നമുക്ക് വേണ്ട ഐറ്റംസിനെ ₹1 പോലും ചിലവില്ലാതെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാലോ? നമുക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് എടുക്കുക, അതിനൊരു 8x8 എന്ന സൈസിൽ ചെറിയ ചെറിയ പാർട്സാക്കി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അതൊരു 18 വേണം. അതിനുശേഷം എടുത്തേക്കുന്ന ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ബുക്ക് പേപ്പറാണ്. ബുക്ക് പേപ്പറിനകത്ത് ഞാൻ സ്കെയിൽ കൊണ്ട് സ്കെച്ച് ഉപയോഗിച്ച് വരച്ച് കൊടുത്തതാണ് ആ ഒരു ഡിസൈൻ മോഡൽ കാണുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഡിസൈനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി ഒട്ടിക്കുന്ന പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചീപ്പ് റേറ്റിൽ നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഓർഗനൈസറിനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പം താണ്ടേ ഈ ഒരു നമ്മുടെ ആ ഒരു 8x8 എന്നുള്ള സ്ക്വയർ ആ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, ആ ഒരു കാർഡ്ബോർഡിനെ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഇട്ട് വേണം ഒട്ടിക്കാൻ. അതായത് കാരണം നമുക്കതിനെ മടക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ സ്പേസ് ഇട്ടതിന് ശേഷം വേണം നമ്മൾ ദാണ്ട് ഇത് പോണക്ക് ഒട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ 3 എണ്ണത്തെ ഒട്ടിച്ചതിന് ശേഷം ആ ഒരു പേപ്പർ ഫുള്ളായിട്ട് അതിനെ കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസുകളിലെയും ഇതുപോലെ ഒരു ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഉണക്ക് അവിടെ പശ തേക്കുക. അതിനെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പാക്കി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഓർഗനൈസർ. ഇവിടെ ഒരു 85% കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു ജോലി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതുപോലെ തന്നെ എല്ലാ പേപ്പേഴ്സിനെ ഒട്ടിച്ചതിന് ശേഷം അതിനെ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഓർഗനൈസർ ശരിയാവും. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡെസ്കിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തൊരു ഐറ്റം ഇരിക്കുമ്പോൾ നമുക്ക് അതിനൊരു പ്രൗഡും തോന്നും, എന്തോ ആ ഡെസ്കിനൊരു ഭംഗിയും തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഐറ്റവും ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ടോ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം ഇട്ട് വയ്ക്കാം. നമുക്ക് വേണ്ട സിസേഴ്സ് ആണെങ്കിലും സ്കെച്ചസ് ആണെങ്കിലും പെൻസിലാണെങ്കിലും പേനകളാണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഇട്ട് വയ്ക്കാം. എന്തായാലും 6 ബോക്സായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മളുടെ അത്രയും ഐറ്റംസും ആ ഒരു സ്പേസിൽ ഓർഗനൈസ് ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ബേസാണ്. ബേസിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡ് പീസിനെ തന്നെ നമ്മൾ ചെയ്ത ആ ഒരു രീതിയിൽ ഇതുപോലെ വരച്ച് അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മളുടെ ടേപ്പ് വെച്ചിട്ട് അത് സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡെസ്ക് ഓർഗനൈസർ ശരിയാവും. ഇവിടെ ഞാൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു പെൻ അങ്ങോട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. അത് ആർഭാടത്തിനൊന്നും ആയിരിക്കത്തില്ല, ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ തോന്നി, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എന്തുമേ ഐറ്റംസാണ് അതിനകത്ത് ഇരിക്കുന്നത് നോക്ക്. അത്രയും മാർക്കറും പേന, പെൻസില്, ബ്രഷസ് അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസും ഞാൻ അതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചു. എന്തായാലും ഞാൻ എൻ്റെ ഡെസ്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചു. അപ്പം ഇനി ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പം എന്തായാലും എൻ്റെ ഒരു സൈറ്റിൽ ഞാൻ പണ്ട് ഞാൻ ചെയ്തിരുന്നത് അതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് അതിനെ ഇപ്പം ഞാൻ ചെയ്ത ഓർഗനൈസറിനെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും ആ സ്പേസ് എനിക്കിഷ്ടമായി.